പ്രമീള ശശിധരൻജി, സുദേവേട്ടൻ, അഭിജിത്ത്, സിജു, പഞ്ചായത്തിന്റെ അധ്യക്ഷൻ അനീഷ്, ജനറൽ സെക്രട്ടറി ബിന്നിൽ, എന്റെ മുന്നിലുള്ള സ്നേഹനിധികളായിട്ടുള്ള അമ്മമാരെ, സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു മണ്ഡലം ജയിപ്പിക്കാനുള്ള ആളുണ്ട് ഇപ്പോ ഇവിടെ ഈ റോട്ടില്. ഒരു അസംബ്ലിയില് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള അത്രയും കുട്ടികൾ, ആൺകുട്ടികളോട്. അപ്പൊ നമുക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്, നാട്ടിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ദിവസം മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടിച്ചേർന്നിട്ടുള്ള അമ്മമാരോടും സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, നാളെ എല്ലാവരും പാലക്കാട് വരണം. കോട്ട മൈതാനിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരികയാണ്, നമ്മളെ കാണാനും നമ്മോട് സംസാരിക്കാനും. അപ്പൊ ഈ പാലക്കാടിനെ ഹൃദയത്തിൽ വെച്ചു കഴിഞ്ഞു ശ്രീമാൻ നരേന്ദ്രമോദി എന്നാണല്ലേ അതിന്റെ അർത്ഥം. നമുക്കാവശ്യമായിട്ടുള്ള പദ്ധതികൾ, പ്രഖ്യാപനങ്ങൾ, 12,000 കോടി രൂപയുടെ വികസന പ്രക്രിയകൾ കഴിഞ്ഞ തവണ കേരളത്തിൽ വന്ന് മോദിജി പ്രഖ്യാപിക്കുകയും ആ പദ്ധതികളുടെ തറക്കല്ലിടുകയും ചെയ്തത് ഞാനും നിങ്ങളും കണ്ടു. അവിടെ തൃശൂർ ജില്ലയിൽ നിന്ന് 75,000 വോട്ടിന് ജയിച്ച ശ്രീമാൻ സുരേഷ് ഗോപിയെ കൊണ്ട് പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ഒരു ട്രെയിനിന്റെ ഇനാഗുറേഷൻ നടക്കുമ്പോൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയത് നമ്മൾ കണ്ടു. നിങ്ങളാണ് പറഞ്ഞത് നിങ്ങൾക്ക് പൊള്ളാച്ചിയിലേക്ക് പോകാൻ ഒരു ട്രെയിൻ വേണം എന്ന്. എപ്പോഴാ പറഞ്ഞത്? 7 മാസം മുൻപ് നിങ്ങൾ ആവശ്യപ്പെട്ടു. രാമനിലയത്തിൽ ശ്രീമാൻ സുരേഷ് ഗോപിയുടെ അരികിൽ ചെന്ന് ഞാനത് പറഞ്ഞപ്പോ, എനിക്ക് പാലക്കാട് മത്സരിക്കണം എന്ന് കരുതിയിട്ട് പറഞ്ഞതല്ല, എനിക്ക് അറിയുകയുമില്ല ഞാൻ പാലക്കാടാണ് മത്സരിക്കുന്നത് എന്ന്. അദ്ദേഹം അപ്പം തന്നെ ഫോൺ എടുത്ത് ക്യാബിനറ്റ് മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ്ജിയെ നേരിട്ട് വിളിച്ചു. അത് കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിലേക്ക് ഒരു ട്രെയിൻ കൊടുക്കാൻ കേന്ദ്രത്തിന് സാധിച്ചു. ഈ രാജ്യം മുഴുവൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നു. മേക്ക് ഇൻ ഇന്ത്യയും സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും വരുന്നു. പക്ഷെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ മാത്രം നടക്കാൻ നല്ല റോഡുകളില്ല. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതി പല പ്രദേശങ്ങളിലും കാണുന്നില്ല. എവിടെയെല്ലാം ഗ്രാമങ്ങളിൽ മനുഷ്യർ ജീവിക്കുന്നുണ്ടോ അവർക്ക് പൊതുനിരത്തിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ഗ്രാമീണ സഡക് യോജന റോഡുകൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുള്ള, അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പിലാക്കണമെന്ന് ഇവിടുത്തെ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു രാജ്യഭരണകൂടത്തിന്റെ നായകൻ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നാട്ടിൽ പാലക്കാട് മാത്രം റോഡില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പിരായിരി പഞ്ചായത്തിൽ ചെന്നപ്പോ അവിടുത്തെ അമ്മമാർ എന്നോട് പറഞ്ഞു, കുട്ടികൾക്ക് 4ാം ക്ലാസ് വരെ പഠിക്കണമെങ്കിൽ എത്രയോ ദൂരം പോകണം, ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഒരു 4ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂള് കിട്ടുമോ എന്നാണ് അമ്മ ചോദിച്ചത്. നാണമുണ്ടോ ഇവിടുത്തെ LDF-കാരനും UDF-കാരനും? കാലം എത്രയായി നിങ്ങൾ പാലക്കാടിനെ ചതിക്കാൻ തുടങ്ങിയിട്ട്? 70 വർഷക്കാലം നിങ്ങൾ ഈ പാലക്കാടിന്റെ MLA-മാരായില്ലേ? കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കേരള നിയമസഭയിൽ പോയില്ലേ? എന്നിട്ടും ഇന്നും ഒരു രോഗം ബാധിച്ച് മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ കത്തെഴുതി കൊടുക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് എവിടേക്കാണ്? ജില്ലാ ആശുപത്രിയിലേക്ക്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ പാലക്കാട് നടക്കുന്നത്. എന്താണ് ആ മെഡിക്കൽ കോളേജിനകത്ത് കാർഡിയോളജി സെക്ഷൻ നന്നാവാത്തത്? എന്താണ് അവിടെ ലേബർ റൂം സംവിധാനം ഒരുക്കാത്തത്? എന്താണ് അവിടെ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ലാത്തത്? എന്താണ് അവിടെ ഡോക്ടർക്ക് ആനുപാതികമായിട്ട് നേഴ്സുമാരില്ലാത്തത്? എന്തുകൊണ്ടാണ് ആ മെഡിക്കൽ കോളേജിനെ ഇങ്ങനെ സ്കെൽട്ടനാക്കി അസ്ഥികൂടമാക്കി മാറ്റിയിരിക്കുന്നത്? ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഈ കേരളത്തിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ജീവിത നിലവാരത്തെ ഉയർത്താൻ തന്റേടപൂർവമായിട്ടുള്ള സമീപനം സ്വീകരിക്കാതെ അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും നടത്തിക്കൊണ്ട് ഈ ഭരണകൂടം നാളിതുവരെ മുന്നോട്ട് പോയപ്പോൾ
കേരള നിയമസഭയിൽ എണീറ്റ് നിന്നുകൊണ്ട് ഇത് തെറ്റാണ് മുഖ്യമന്ത്രി എന്ന് പറയാൻ നാട്ടിലുള്ള ഒരു പ്രതിപക്ഷ നേതാവില്ലാത്ത ഈ നാട്ടിൽ എങ്ങനെയാണ് പാലക്കാടിലെ ജനങ്ങൾ പ്രതികരിക്കേണ്ടത് എന്നുള്ള ചോദ്യം അതിവിടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കേവലം ഒരു MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു സ്ത്രീ മാത്രമല്ല, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിലെ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും വീടുകളിൽ എത്താൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഒരു സ്ത്രീ കൂടിയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേരള നിയമസഭയിൽ നിങ്ങളുടെ ശോഭയ്ക്ക് ഒരു അവസരം കിട്ടിയാൽ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന കോടാനുകോടി രൂപയുടെ കണക്ക് അത് പാലക്കാടിന്റെ ഓരോ തെരുവീതിയിലും അറിയിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു MLA സ്ഥാനാർത്ഥിയായി വോട്ട് ചോദിക്കുന്നത്. ഇതിന് എന്റെ അമ്മമാരും സഹോദരന്മാരും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ദീർഘമായിട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പാലക്കാടിന്റെ അതിർത്തി കടന്നാൽ അവിടെ ആപ്പിൾ ഫോൺ ഉണ്ടാക്കാം. പാലക്കാടിന്റെ അതിർത്തി കടന്നാൽ അവിടെ വലിയ കാറുകൾ ഉണ്ടാക്കാം, മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ ഉണ്ടാക്കാം. ഇവിടെ നിന്ന് കൊച്ചിയിലേക്ക് പോയാൽ കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി മേക്ക് ഇൻ ഇന്ത്യയും സ്റ്റാർട്ടപ്പിന്റെയും ചെയ്യാം. ഏറ്റവും വലിയ അന്തർവാഹിനി കപ്പലുണ്ടാക്കാം. എന്തുകൊണ്ടാണ് പാലക്കാട് വികസിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായി ചർച്ച ചെയ്തുകൊണ്ട് ഈ പാലക്കാടിലെ സാധാരണക്കാർക്ക് വേണ്ടി, ഇവിടുത്തെ കച്ചവടക്കാർക്ക് വേണ്ടി, ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി എന്തേ നിങ്ങൾ നയം രൂപീകരിക്കാതിരുന്നത്? ഈ ചോദ്യം പാലക്കാട് ചർച്ച ചെയ്യണം. ഞാൻ 5 കോടി രൂപയുടെ വികസനം കൊണ്ടുവരാനായിട്ട് MLA ആയിട്ട് മത്സരിക്കുകയല്ല. ഞാൻ എന്റെ അമ്മമാരോടും സഹോദരന്മാരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ 3 മാസം കൊണ്ട് 700 കോടിയുടെ പദ്ധതി ഈ പാലക്കാടിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റോഡിൽ നിങ്ങളുടെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാടിലെ മാത്തൂരിലും കണ്ണാടിയിലെയും പിരായിരിയിലെയും കർഷകന്മാരുടെ വേദന മനസ്സിലാക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി കേന്ദ്രത്തിന്റെ സഹമന്ത്രി ശോഭാ കരന്തലാജെ ഈ നാട്ടിൽ വന്നു. അവരിവിടെ പലരുമായും രഹസ്യമായിട്ടും സംസാരിച്ചു. അവർ പരസ്യമായിട്ടും പല ആളുകളെയും കണ്ടു. നമുക്ക് കാണാൻ സാധിക്കുന്നത്, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ അവരുടെ സേവനത്തെ നമുക്ക് എന്തുകൊണ്ട് പാലക്കാടിന് ഉപയോഗപ്പെടുത്തിക്കൂടാ? ഈ കേരളത്തിൽ ഇത്രയും വലിയ വികസനം ഉണ്ടാകുമ്പോൾ ആ വികസനത്തിന്റെ ഭാഗമായിട്ട് എനിക്കും നിങ്ങൾക്കും മാറണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ മനുഷ്യർക്കും 1 രൂപ പോലും മക്കൾ നോക്കണ്ട, ഒരു അസുഖം വന്നാൽ ഞാൻ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിജിയുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതി പോലും വേണ്ടെന്ന് വെച്ച ഒരു നീചമായിട്ടുള്ള ഭരണകൂടമാണ് ഇന്ന് കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്നത്. എന്റെ ശബ്ദം കേൾക്കുന്ന, പ്രസംഗം കേൾക്കുന്നതിൽ ഏതെങ്കിലും സഖാക്കന്മാരൊക്കെ വീടുകളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളിത് നിർത്തുകയാണ് നല്ലത്. കാരണം നിങ്ങളുടെ അവസാനത്തെ നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ സുധാകരൻ സാറ് വരെ മാറിപ്പോയി. ഇനി പാർട്ടിയുടെ കൊടി പിടിക്കാൻ തയ്യാറല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അഴിമതിക്കാരനല്ലാത്ത മിസ്റ്റർ സുധാകരൻ പോലും ഈ പാർട്ടി വിട്ടുപോയ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് പാവപ്പെട്ട കുട്ടികളെ അവർക്ക് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചു കൊടുത്ത് അവരെ നിങ്ങൾ പറ്റിക്കുകയല്ലായിരുന്നു? നിങ്ങൾ വീടില്ലാത്ത എത്രയോ മനുഷ്യർ ഇവിടെ ജീവിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ മോദിജി പറഞ്ഞത് എന്താണ്? വീടില്ലാത്ത ഒരാൾ പോലും ഈ രാജ്യത്തുണ്ടാകരുത്. 10 കൊല്ലം കഴിഞ്ഞില്ലേ? എന്തേ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നടപ്പിലാക്കാതിരുന്നത്? കുടിവെള്ളമില്ലാത്ത ഒരു ഗ്രാമം പോലും ഉണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജൽനൽ പദ്ധതി കൊണ്ടുവന്നു. എന്താ പ്രാവർത്തികമാക്കാത്തത്? 300-ലധികം വരുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാതിരിക്കാനുള്ള പ്രധാന കാരണം MLA മാറില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രമീള ചേച്ചിയോട് ചോദിച്ചാൽ അറിയാം, ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഒരു MLA-യുടെ സ്നേഹമില്ലാതെ, തണലില്ലാതെ ആ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ പ്രവർത്തനങ്ങൾ എത്ര കണ്ട് വൈകിപ്പിച്ചു എന്നതിനെ കുറിച്ച് അവരോട് ചോദിച്ചാൽ അറിയാം. എന്നിട്ടും ആ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ ഇച്ഛാശക്തി കൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീടുകൾ കൊടുത്തത് നമ്മുടെ അന്നത്തെ നഗരസഭയുടെ അധ്യക്ഷയായിരുന്ന പ്രമീള ചേച്ചിയായിരുന്നു എന്നുള്ളത് ഈ കേരളത്തിന് മുന്നിൽ കണക്കിന്റെ രൂപത്തിൽ നിലകൊള്ളുകയാണ്. ഞാൻ എന്റെ അമ്മമാരോടും സഹോദരന്മാരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, ചിരിച്ച് അഭിനയിച്ച് പിന്നെ പാട്ടുപാടി നടക്കുന്ന ഒരാളല്ല. പിന്നെ നിങ്ങൾക്ക് ഞാൻ മമ്മൂട്ടിയെ കൊണ്ടുവരാമെന്നൊന്നും പറയുന്നില്ല. അതായിരുന്നെങ്കിൽ എനിക്ക് എളുപ്പമാണ്. അമിതാഭ് ബച്ചനെ കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും. തൃശ്ശൂരില് നമ്മുടെ കല്യാൺ സ്വാമിയുടെ വീട്ടില് 1 ഡസനിലധികം വരുന്ന ഹിന്ദി നടന്മാരും നടിമാരും വർഷത്തിൽ ഒരു ദിവസം വരുന്ന ഒരു വീടുണ്ട്.
അവിടെയൊക്കെ നമുക്കും ബന്ധങ്ങളുണ്ട്. പക്ഷെ പാലക്കാടിന് വേണ്ടത് ആരെയെങ്കിലും കൊണ്ടുവന്ന് ഒരു പാട്ട് കേൾക്കലാണോ, എന്തെങ്കിലും 2 ഡയലോഗ് കേൾക്കലാണോ? അല്ലല്ലോ. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഭാവി ഉണ്ടാകണം. അതിനാണ് നമ്മൾ തീരുമാനമെടുത്തിട്ടുള്ളത്. നമുക്ക് വേണ്ടത് വികസനമാണ്. ആ വികസനത്തിന് വേണ്ടി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, നമുക്ക് അവകാശപ്പെട്ടതാണ്. നമുക്ക് അവകാശപ്പെട്ട വികസന പദ്ധതിയെ നമുക്ക് കൊണ്ടുവരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ കോൺഗ്രസുകാരുടെയും മാർക്സിസ്റ്റുകാരുടെയും വീട്ടിൽ പോയിട്ട് പറയണം, എന്താണ്, ഇത്തവണ നമ്മുടെ ശോഭ പോയാൽ മതി അസംബ്ലിയിലേക്ക് എന്ന് പറഞ്ഞാൽ അവരും വോട്ട് ചെയ്യാൻ തയ്യാറാണ്. അവരുടെ വോട്ടുകളും വാങ്ങിക്കൊണ്ട് കക്ഷിക്കും രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും അതീതമായിക്കൊണ്ട് നമുക്ക് ഈ നാടിനെ മാറ്റണം. കഴിഞ്ഞ പോയിന്റില് 2-3 മുസ്ലിം ഉമ്മമാരെ നമ്മൾ കണ്ടു. അവരെ കൈപിടിച്ചു, ഞങ്ങളും വോട്ട് തരാം എന്ന് പറയുകയുണ്ടായി. കാറിൽ യാത്ര ചെയ്യുമ്പോൾ മുസ്ലിം സുഹൃത്തുക്കളെ കൈപിടിക്കുകയാണ്. പക്ഷെ ഇവിടെ എന്താ പ്രചരിപ്പിക്കുന്നത്? BJP എന്ന് പറഞ്ഞാൽ മുസ്ലിമിനെതിരാണ്. നമ്മൾ മുസ്ലിമിനെതിരല്ല, നമ്മൾ ഭീകരതയ്ക്കെതിരാണ്. കാരണം ഇവിടുത്തെ സ്നേഹനിധികളായിട്ടുള്ള മുസ്ലിങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ ഒരു മടിയുമില്ല, മറയുമില്ല. രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകാൻ അടൽ ബിഹാരി വാജ്പേയി തീരുമാനിച്ചപ്പോ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയാക്കി വെച്ചത് ഈ രാജ്യത്തെ സ്നേഹിച്ച ഡോക്ടർ അബ്ദുൽ കലാം എന്ന് പറയുന്ന മുസൽമാനെയാണ്. നമ്മുടെ കൂടെ മുക്തർ അബ്ബാസ് നഖ്വിയുണ്ട്, നമ്മുടെ അഖിലേന്ത്യാ ലീഡർ മുക്തർ അബ്ബാസ് നഖ്വിയുണ്ട്, നജുമ ഹെത്തുള്ളയുണ്ട്, നമ്മുടെ കേരളത്തില് കോഴിക്കോടിന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ സലാം സാറുണ്ട്, അബ്ദുള്ള കുട്ടിയുണ്ട്, നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ കൈപിടിച്ച് രാഷ്ട്രീയത്തില് അങ്ങനെ കൈപിടിച്ച് ഇന്ന് ജയിച്ച് തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലറായിട്ടുള്ള മുംതാസ് എന്ന് പറയുന്ന മുസ്ലിം കുട്ടി 90% വരുന്ന ഹിന്ദുക്കൾ വോട്ട് ചെയ്തിട്ടാണ് നമ്മുടെ മുംതാസിനെ താമര ചിഹ്നത്തിൽ വിജയിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ജാതിക്കും മതത്തിനും അതീതമായി ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിൽ ഒന്നായി അണിചേർന്നുകൊണ്ട് നമുക്ക് ഈ നാടിനെ മാറ്റണം, ഈ നാടിനെ വികസിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കണ്ടതിനും സ്വീകരിച്ചതിനും അനുഗ്രഹിച്ചതിനും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.